അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് പോലീസിൽ പരാതി നൽകി. സാഹിത്യകാരൻ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത്. കണ്ണൂർ കണ്ണപുരം എടക്കേപ്പുറത്തെ അനിൽകുമാറിന്റെ വീട്ടിലാണ് സംഭവം. രാവിലെ 5 മണിയോടെയാണ് വീടിന്റെ ഗേറ്റിന് മുന്നിൽ റീത്ത് വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ അനിൽകുമാർ പരാതി നൽകി. അന്തരിച്ച പ്രൊഫസർ MN വിജയന്റെ മകൻ കൂടിയാണ് VS അനിൽകുമാർ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ CPIM പുറത്തിറക്കിയ V കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിയത് അനിൽകുമാർ ആയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലാണ് പത്മകുമാർ സ്വാഭാവിക ജാമ്യം തേടി ഹർജി സമർപ്പിച്ചത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെയാണ് ജാമ്യത്തിനായുള്ള നീക്കം. അതേസമയം ദ്വാരപാലക കേസിൽ റിമാൻഡ് കാലാവധി കഴിയാത്തതിനാൽ കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും പത്മകുമാർ ജയിൽ മോചിതനാവില്ല. ESC ആശുപത്രിയിലെ ഡോക്ടേഴ്സിന്റെ തർക്കം. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്ന് നടത്താൻ തീരുമാനം. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്ന് നടത്താൻ തീരുമാനം. അനസ്തേഷ്യ സർജറി ഡോക്ടർമാർ തമ്മിലുള്ള തർക്കത്തിൽ 5 ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നു. വിഷയത്തിൽ അന്വേഷണത്തിന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം തിയേറ്ററിനുള്ളിൽ വെച്ചായിരുന്നു ഡോക്ടർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. നിർമ്മാതാവ് NM ബാദുഷ BJPയിൽ ചേരുമെന്ന സൂചന. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള ബാദുഷയുടെ പരാമർശമാണ് BJPയിൽ ചേരുമെന്ന വാർത്തകൾ സജീവമാക്കിയത്. ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നും സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ലെന്നും ബാദുഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചു. താൻ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നും പിതാവ് അരൂർ മണ്ഡല പ്രസിഡന്റും അരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നെന്നും ബാദുൽ പറഞ്ഞു. താൻ പണ്ട് യൂത്ത് കോൺഗ്രസിൽ സജീവമായിരുന്നുവെന്നും ബാദുഷ കൂട്ടിച്ചേർത്തു. ശബരിമല തീർത്ഥാടകരെ രാത്രി ബസ്സിൽ നിന്നും ഇറക്കിവിട്ട സംഭവത്തിൽ ഡ്രൈവർ സജികുമാർ മോശമായാണ് പെരുമാറിയതെന്ന് സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. കണ്ടക്ടർ യാത്രക്കാരുടെ ആവശ്യത്തിനൊപ്പമാണ് നിന്നതെന്നും സംഘത്തിലുണ്ടായിരുന്ന രതീഷ് പറഞ്ഞു. സ്ത്രീകളായ തീർത്ഥാടകരെ രാത്രി KSRTC ബസ്സിൽ നിന്നും വഴിയിൽ ഇറക്കിവിട്ടെന്ന പരാതിയിൽ ഗതാഗത വകുപ്പ് കടുത്ത നടപടിയാണ് എടുത്തത്. KSRTCയിലെ താൽക്കാലിക ഡ്രൈവർ N സജികുമാറിനെ പിരിച്ചുവിടുകയും കണ്ടക്ടർ പ്രേംസുധനെ കാഞ്ഞങ്ങാട്ടേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു.